പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജലജയും അഭിയാണെങ്കിൽ നമ്മളെ നയനെ പാമ്പ് അടുപ്പിച്ചൊക്കെ കൊല്ലാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വമ്പനായിട്ട് അവർ തോൽവിയൊക്കെ സംബന്ധിച്ച് അവരങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മളെ നയനെ ആണെങ്കിലൊക്കെ പാമ്പിനെയൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചത് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇത് ഈ കാട്ടിൽ നിന്നൊന്നും വന്ന പാമ്പൊന്നും അല്ല, ഇത് ആരോ വളർത്തുന്ന പാമ്പാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ ഇവിടെ വീടിൻ്റെ അകത്ത് കയറി എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും കൊണ്ടുവയ്ക്കാതെ എന്തായാലും ഇത് വീടിനകത്ത് വരത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെങ്ങനെ നമ്മളെ വീടിൻ്റെ അകത്ത് കയറി എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലൊക്കെ അവർ നിന്നിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അന്വേഷിക്കാൻ നമുക്ക് നന്ദുവിനെ ഏൽപ്പിക്കാൻ മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതാ മോളെ ഞാനും വിചാരിച്ചിരിക്കുന്ന നന്ദുവിനെ ഏൽപ്പിക്കാൻ, അതാകുമ്പം അവൾ കംപ്ലീറ്റ് ആണെങ്കിൽ എല്ലാം CCTV എന്നൊക്കെ അവൾ എല്ലാം കറക്റ്റായിട്ട് വോയിസ് ഉൾപ്പെടെ അവൾ നമുക്ക് എടുത്ത് തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. ഇത് ജലജ പറയുന്നുണ്ട് അഭിയടുത്ത്, എന്തായാലും ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനിവിടുന്ന് പുറത്തോട്ടൊക്കെ പോകാൻ പോവാ, എനിക്കിവിടെ നിൽക്കാൻ പേടി, ഇനി ഇതിപ്പം ആരെങ്കിലുമൊക്കെ റൂമിനകത്തൊക്കെ വന്ന് കയറുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അഭി പറയുന്നുണ്ട്, അമ്മ ഒരു കാരണവശാലും ഇവിടുന്ന് ഇപ്പോൾ പോകാൻ നിൽക്കരുത്, പോയി കഴിഞ്ഞാൽ എല്ലാവരും അമ്മയെ സംശയിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ടോ, എന്തൊരു ഇതാടാ നീ ചെയ്തു വെച്ചത്, ഇപ്പം വീട്ടിൻ്റെ അകത്തിരിക്കാനും പറ്റത്തില്ല, വീടിന് പുറത്ത് പോകാനും പറ്റാത്ത അവസ്ഥയിലാണല്ലോ മനുഷ്യൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിൽ അബിയെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ അബി എടുത്ത് ചോദിക്കും, അബി നീ വല്ലതും ഇങ്ങനെ വല്ലതും കൊണ്ടുവച്ചോടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും അച്ഛനാണെങ്കിൽ ഏത് വഴി പോയാലും എൻ്റെ മോനെയല്ലേ പറയത്തുള്ളൂ, വേറെ ഉള്ളവരെല്ലാം ഇവിടെ മാന്യന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് നന്ദുവിനെ ആ കേസ് ഏൽപ്പിക്കണം, ഈ വീടിനകത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്നും അതുപോലെ തന്നെ പൂജാ റൂമിൽ ഈ പാമ്പിനെ കൊണ്ട് വെച്ചത് ആരാന്നൊക്കെ അറിയണമല്ലോ. അപ്പം എന്തായാലും നന്ദുവിനെ തന്നെ ഇത് ഏൽപ്പിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു വന്നിട്ടാണെങ്കിൽ അവിടെ ഫുള്ള് CCTV ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരാൾ വീട്ടിനകത്ത് വരുന്നതായിട്ടൊക്കെ CCTVയിലൊക്കെ ആണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും അവിടെ കാര്യങ്ങൾ ചെയ്താലും CCTV ഉള്ള കാര്യം അവർ മറന്നിട്ടേ അവരെല്ലാം ചെയ്യത്തുള്ളൂ. എന്തുവാണെങ്കിൽ CCTVയിലൊക്കെ ഇങ്ങനെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കുന്ന സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ ഒരാളെ കൊണ്ട് അവിടെ വരുന്നതും അഭിയും അയാളുമായിട്ട് സംസാരിക്കുന്നതും, അത് കഴിഞ്ഞതിന് ശേഷം അഭിയും ജലജയായിട്ടൊക്കെ സംസാരിക്കുന്നതും, ഈ പാമ്പിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതും, അതുപോലെ തന്നെ നയനെ കൊല്ലാൻ വേണ്ടിയൊക്കെയാണ് അവർ ഈ പാമ്പിനെ കൊണ്ടുവരുന്നതൊക്കെ സംസാരിക്കുന്നതെല്ലാം അതിനകത്തുണ്ട് കേട്ടോ. ആ ദൃശ്യത്തിനകത്ത് നന്ദു റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ അഭിയാണെങ്കിൽ ഈ പൂജാ റൂമിലോട്ട് ഈ ആളെ കൊണ്ടുപോകുന്നതൊക്കെ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ ഇതിൻ്റെ ദൃശ്യങ്ങൾ എന്തെങ്കിലും നിനക്ക് തെളിവുകൾ കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, തെളിവുകൾ മാത്രമല്ല മുത്തശ്ശ, അത് ആരാ ഇവിടെ കൊണ്ടുവന്നെന്നുള്ള എല്ലാ ഉൾപ്പെടെയും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ ആ കിട്ടിയ റെക്കോർഡും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്താണെങ്കിലും എല്ലാം പറയുന്നത് നയനെ കൊല്ലാൻ വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പം ജലജയാണെങ്കിലും അഭിയാണെങ്കിലും എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ മനസ്സിലായി, അടുത്ത ഇനിയിപ്പം നയനെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായതോടെ മുത്തശ്ശനാണെങ്കിൽ അഭിയെ കൈയോടെ പിടികൂടുന്നുണ്ട് കേട്ടോ. കൈയോടെ പിടികൂടിയിട്ടൊക്കെ ആണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ അഭിയെടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായതാണ്, പക്ഷേ ഇപ്പം നീ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഇതിന് നീ കേസ് ചാർജ് ചെയ്തിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ഉള്ള നീ അവനിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ എല്ലാ തെളിവുകളോട് കൂടിയും നമ്മൾ അഭിയെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എപ്പിസോഡായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.